വെൽക്കം ബാക്ക് ടു ദിസ് വ്ളോഗ്സ്. സോ അപ്പം ഞാനൊന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മോർണിംഗ് റുട്ടീൻസ് അങ്ങനത്തെയൊക്കെ കാണിച്ചിട്ട്. അപ്പം ഇന്ന് ഇപ്പോൾ ടൈം ഒരു 6:10 ഒക്കെ ആയിട്ടുണ്ട്. 6:15 ആയി. ഇന്ന് ഇത്തിരി എണീക്കാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഏതാണ്ട് എല്ലാം സെറ്റാക്കിയിട്ടാണ് ഇന്നലെ രാത്രി കിടന്നിട്ടുള്ളത്. അപ്പോൾ വലിയ സീനില്ല. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം നമുക്ക് രാവിലെ ചോറ് വെക്കുക എന്നുള്ള പരിപാടി ഞാൻ തലേദിവസം തന്നെ, അതായത് തലേദിവസം വെക്കുകയല്ല, ഞാൻ തലേദിവസം അരിയൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെക്കും. അപ്പോൾ രാവിലത്തേക്ക് നമുക്ക് ചോറിൻ്റെ ഒരു പരിപാടിയില്ല. ചോറ് അപ്പോഴേക്കും സെറ്റായിട്ടുണ്ടാവും. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹെൽപ്പാട്ടോ. ഈ രാവിലെ അതിൻ്റെ കൂടിയും പരിപാടി കുറയ്ക്കല്ല. പിന്നെ ഞാൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടിക്കാണ്. അപ്പോൾ അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാലൊക്കെ വെച്ചു. ലുട്ടുമാണ് മെയിനായിട്ട് ബൂസ്റ്റ് കുടിക്കുക. ഞാനും അകിയൊന്നും ചായ ബൂസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കുടിക്കൽ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്കയിലേക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ജസ്റ്റ് ഒന്ന് കഴുകി അതൊന്ന് വഴറ്റി ഞാൻ മെഴുക്ക് പുരട്ടി പോലെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്ക് ഇതിട്ടിട്ട് ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും കൂട്ടിയിട്ടൊന്ന് ഇടും. അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടും. പിന്നെ അതിലേക്ക് നമ്മുടെ കോവയ്ക്ക അങ്ങോട്ട് തട്ടും, ഉപ്പിടും, അതങ്ങോട്ട് ഉപ്പേരി പോലെ ആക്കും. അതാണ് എൻ്റെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. പിന്നെ അമ്മ എനിക്ക് സ്കൂളിലേക്ക് ഏറ്റവും കൂടുതൽ തന്നുകൊണ്ടിരുന്ന ഒരു ഉപ്പേരിയാണ് കോവയ്ക്ക ഉപ്പേരി. എനിക്ക് ഭയങ്കര, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഈ കോവയ്ക്ക ഉപ്പേരി, അതായത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കോവയ്ക്ക ഉപ്പേരി ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അപർണയ്ക്കൊക്കെ കോവയ്ക്ക ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പിന്നെ തീരെ വെള്ളം ഒഴിക്കാതെ ഡ്രൈ ആക്കി അങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോഴേക്കും അഗി എനിക്ക് വന്നു. അവനാണ് ഗ്രീൻ ടീ ഉണ്ടാക്കാറ്. അവന് ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഗ്രീൻ ടീ കുടിക്കും. അപ്പം അങ്ങനെയാണ്. ഞാൻ ഭയങ്കര പിശുക്കിയ എന്നാണ് അവൻ പറയുന്നത്. പിശുക്കിയല്ല, എനിക്ക് അധികം മധുരം വേണ്ട. ഗ്രീൻ ടീ കുടിക്കുമ്പോൾ എനിക്ക് ചമർപ്പ് വേണം, എന്നാലാണ് അത് ഗ്രീൻ ടീ എന്നുള്ളൊരു ബോധം എനിക്കുണ്ടാവുള്ളൂ. അപ്പോഴേക്കും അപർണ എനിക്ക് വന്നു. ഞാൻ ഒരു സൈഡിൽ പുട്ടിനുള്ള പരിപാടി തുടങ്ങി. പുട്ടും പഴമാണ് രാവിലെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 7:15 7:30 ആകുമ്പോഴേക്കും ലുട്ടുവിനെ വലിച്ചടപ്പിച്ച് കൊണ്ടുവന്നു. അവന് ബൂസ്റ്റ് കൊടുത്തു. രാവിലെ നല്ല മഞ്ഞുണ്ട് കേട്ടോ ഉമ്മാർത്ത്. നമ്മുടെ ഊട്ടിയിലൊക്കെ എത്തിയ മാതിരി ഒരു മഞ്ഞാണ്. ഇപ്പം മഴ, റെഡ് അലർട്ടൊക്കെ ആണല്ലോ. അപ്പം മഴയുടെ മുന്നേ മഴയില്ല, പക്ഷെ നല്ല മഞ്ഞായിരുന്നു. അപ്പം ലുട്ടുവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചണിൽ അധികം സമയം കിട്ടില്ല. ഇവനെ അങ്ങോട്ട് ബാത്റൂമിൽ കയറ്റണം, പിന്നെ അവനെ കുളിപ്പിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സംഭവം തനിയെ കുളിക്കും, കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യും. പക്ഷെ നമ്മൾ ഇങ്ങനെ പിന്നാലെ നടന്ന് ചേടാന്ന് പറയണം, എന്നാലാണ് അതൊക്കെ ഇങ്ങനെ നടക്കുകയുള്ളൂ. കണ്ടോ? അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും അടുത്ത ആളില്ലാന്നുണ്ടെങ്കിൽ അവൻ ആ ഭക്ഷണത്തിൻ്റെ ഭംഗി നോക്കിയിരിക്കും. ഇപ്പം ഞാനല്ലെങ്കിൽ കുട്ടു പിന്നാലെ നടന്ന് കഴിക്കേ അങ്ങനെ ഇത് കഴിക്കുക, അടുത്ത വായ കഴിക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ കുട്ടും ലുട്ടും കൊണ്ടിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഞാൻ സത്യം മൂലം കണ്ണൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചു. സോ ലുട്ടു ഫ്രീ ആയി. വളരെ ലേറ്റായാണ് ഞാൻ ആ മെസ്സേജ് കണ്ടത്. ഇത് ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരം ഉണ്ടാവുന്നതാണ്. അങ്ങനെ ലുട്ടു ഹാപ്പിയായി. ഞാൻ അപ്പോഴേക്കും കുട്ടുവിന് ഫുഡ് കഴിച്ചിട്ട് പോകണമായിരുന്നു. അപ്പോൾ വേഗം അയണൊക്കെ ചെയ്ത് കുട്ടു ഫുഡൊക്കെ കഴിച്ച് വേഗം ഇറങ്ങിയിട്ടോ. അപ്പോൾ എല്ലാവരും പോയി. ഇനിയിപ്പോൾ ഞാനും ലുട്ടും മാത്രമേ ഉള്ളൂ. ഞാനും ലുട്ടുവാണുള്ളത്. അവർക്ക് ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും, പറഞ്ഞാൽ വൈകുന്നേരം വരും. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ റെഡ് അലർട്ടാണ്. മഴ അങ്ങനെ കാര്യമായിട്ടില്ല, മഴയില്ല ആക്ച്വലി. ഇപ്പം നല്ലൊരു ഇങ്ങനത്തെ ഒരു നല്ല രസമുള്ളൊരു സിറ്റുവേഷൻ ആണ്. വെയിലില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷിങ് അതുപോലെയുള്ള ഉണക്കല് പരിപാടികളൊക്കെ നല്ല രീതിയിൽ പണി കിട്ടും. കാരണം അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു ഭീകര വെയിലില്ല. ഒരു ഉച്ചയോടക്കനെ ഒന്ന് ചൂടാവും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് തോന്നുന്നു തൃശ്ശൂരൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കിട്ടും. ഇവിടെ അത്ര വെയിൽ, എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ആയിരിക്കും അത്. കണ്ണൂർ മൊത്തത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഇപ്പം മഴയും കൂടി ആണെങ്കിൽ പറയേ വേണ്ട, അടിപൊളിയാവും. അപ്പോൾ ഞാൻ ഓർത്തു അപ്പം ഇനി കുറച്ച് നേരം ഞാനൊന്നൊരു റെസ്റ്റ് എടുക്കും. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ക്ലീനിങ് ഉണ്ട്, ഇനി കുറച്ച് വാഷിംഗ് ഉണ്ട്, പിന്നെ ഉച്ചത്തേക്ക് ഒരു കൂട്ടാൻ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ഞാൻ രസമാണ് ഉദ്ദേശം, ആക്കിയപ്പോൾ രസം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സിമ്പിളാണല്ലോ. ബാക്കിയുള്ള ചോറിൻ്റെ പരിപാടിയൊക്കെ രാവിലെ സ്കൂളിൽ നിന്ന് തെറ്റിദ്ധരിച്ച് ഒക്കെ തീർന്നു. സോ അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് ഇനി ആ പണികളിലേക്ക് കിടക്കാം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പുറകെ ഇങ്ങനെ വരും എന്ന് ചേട്ടാ. ഞാൻ പോകുമ്പോൾ എൻ്റെ പിന്നാലെ വരും. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് വരും. അല്ലയോ? തിരിച്ചു പോട്ടാ കേട്ടോ. എൻ്റെ ഡയറക്ഷൻ പറഞ്ഞതനുസരിച്ച് അവൻ പുറകെ ഇങ്ങനെ വരും.
അപ്പോൾ ഞാനിന്ന് വാഷ് ചെയ്തിട്ടിട്ടായിരുന്നു, പക്ഷെ അത് ഇടുമ്പോഴേക്കും മഴ പെയ്തു. അപ്പം ഞാൻ വേഗം പോയിട്ട് അതൊക്കെ എടുത്ത് മാറ്റി, കാരണം ഡ്രയറിലിട്ട തുണികളാണേ. അപ്പോൾ എടുത്ത് സൈഡിൽ വിരിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാനും ഒക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അപ്പം നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു, ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രാവിലെ കണ്ടോ എൻ്റെ പ്രസനം കണ്ടില്ലേ, ഒരു വീക്കിലേക്കുള്ള ഫുൾ ബഡ്ജറ്റ് അല്ല, ലൈക്ക് ഒരു വീക്കിലേക്കുള്ള നമ്മുടെ മീൽസ് പ്ലാനിങ് ആണത്. ഫ്രിഡ്ജിൽ വെക്കണ കണ്ടെയ്നർ ബോക്സുകളാണ്. ഇതിൽ വെജിറ്റബിൾസ് ആണെങ്കിലും അതുപോലെ ഫിഷ് മീറ്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ബോക്സ് ഞാൻ ഇതൊരു 3 എടുത്തുള്ളത്. അപ്പോൾ അതിന് ഫ്രിഡ്ജിൽ വെക്കണം അല്ല കേട്ടോ. അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വേഗം പെട്ടെന്ന് പണി കഴിയും, രസം വേഗം ഉണ്ടാക്കി തീരും. അപ്പം ഞാൻ രസം ഉണ്ടാക്കാൻ ജസ്റ്റ് ഇങ്ങനെ കടുക് ആദ്യം പൊട്ടിക്കും, പിന്നെ ഞാൻ കുരുമുളക് ഇങ്ങനെ ചതച്ചിട്ട്, അതാണ് രസത്തിലേക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കുരുമുളക് പൊടിയോ റോ കുരുമുളക് അങ്ങനെ ഒന്ന് ചതച്ചിട്ട് എടുക്കും കേട്ടോ. ആദ്യം കടുക് പൊട്ടിക്കുക, ലേശം ഉലുവയൊക്കെ ഇടും, എന്നിട്ട് അതിലേക്ക് വറ്റൽമുളകില്ലേ അതൊരു 3-4 പൊട്ടിച്ചിടും. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒക്കെ ഒന്ന് ചതച്ച് വെക്കും. ആ ചതച്ചതെല്ലാം കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർക്കുക. പിന്നെ നിങ്ങൾ ആസ് യൂഷ്വൽ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് പോലൊക്കെ തന്നെ ആയിരിക്കും. ഞാനിത് യൂട്യൂബിൽ നോക്കിയിട്ടോ രസം. ഞാൻ എല്ലാ സാധനങ്ങളും അമ്മ പറഞ്ഞാലും ഒന്ന് യൂട്യൂബിൽ നോക്കും ഒരു സമാധാനത്തിന്, എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. ജസ്റ്റ് അതുപോലെ എല്ലാം ഒന്ന് വാടി ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് പൊടികളിടുമ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാനിടുക. എന്നിട്ട് അത് ഒന്ന് മൂത്ത് വരണ സമയത്ത് അതിലേക്കാണ് ഞാൻ മറ്റേ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കും. പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരണം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം, അത്ര പുളി ഞാൻ അത്ര എടുക്കാറില്ല കേട്ടോ. അത്ര എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിലേക്ക് പുളി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട്, ഞാൻ ആ സമയത്ത് ഉപ്പിട്ടിട്ട് നോക്കും. ജസ്റ്റ് ഒന്ന് അതൊന്ന് ആ പൊടികളൊക്കെ ഒന്ന് വേവണ്ടേ, അതങ്ങനെ വെന്ത് വരണ സമയത്താണ് ഞാൻ ആ ചതച്ച കുരുമുളക് ഉണ്ടല്ലോ അത് അവിടെ ഇട്ട് കൊടുക്കുക. ഇനി ആ സമയം കൊണ്ട് ഞാൻ പപ്പടം കാച്ചായിരുന്നു കേട്ടോ. പപ്പടം ഞങ്ങൾക്ക് മുഖ്യമാണ്, എനിക്ക് മെയിനിലായിട്ട് എനിക്ക് പപ്പടം വേണം എന്ന് കഴിക്കുമ്പോൾ. ഇപ്പം ഞാൻ തക്കാളി അതവിടെ കാച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രസം ഏതാണ്ട് നന്നായി തിളച്ചായിരുന്നു. അപ്പം ഞാനത് വാങ്ങിച്ചു വെച്ചു. പിന്നെ ഞാൻ അതിലേക്ക് ഇനി ഇൻഗ്രീഡിയൻസ് ഇടും, ഞാൻ മൊത്തത്തിൽ കാണിച്ചിട്ടില്ല. തക്കാളി ഇടും, മല്ലിച്ചെപ്പിടും, അതൊക്കെ രസത്തിലിടും കേട്ടോ. അതൊക്കെ ഞാൻ ഇട്ടിട്ട് മാറ്റി വെച്ചതാണ്. അപ്പം ഞാൻ ഓംലെറ്റും കൂടി ഉണ്ടാക്കണം. അപ്പം ഇന്നത്തെ ആ ഒരു ഇതിൽ ഓംലെറ്റ് ഉണ്ടായിരുന്നു, ഐ മീൻ എൻ്റെ മീൽസ് പ്ലാനിങ്ങിൽ. അപ്പോൾ ഓംലെറ്റും കൂടി ഉണ്ടാക്കി. ഞാൻ ഓംലെറ്റ് കഴിക്കില്ല, അപ്പോൾ ലുട്ടൂനും കുട്ടൂനും ആണ് ഓംലെറ്റ് ഉണ്ടാക്കുക. അപ്പം 2-3 മുട്ട ഒരുമിച്ചിട്ട് ഓംലെറ്റ് ആക്കിയിട്ട് ഇതങ്ങ് കട്ട് ചെയ്യും. ബോറടിച്ചിട്ട് ഇരിക്കുകയാണ്. സ്കൂള് ഇല്ലയെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബോറടി. ഇവിടെ ആരുമില്ലല്ലോ കളിക്കാൻ, ഞാനങ്ങനെ ഓരോ പണികളായിരിക്കും, പിന്നെ എനിക്ക് അങ്ങനെ കളിക്കാൻ പോകാൻ പറ്റില്ല. അപ്പം തോന്നും സ്കൂളായിരിക്കും നല്ലതെന്ന്, അല്ല ലുട്ടു? അങ്ങനെ തോന്നോ? ഇല്ല, അങ്ങനെ തോന്നാറില്ല. അപ്പോഴേക്കും കുട്ടു ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ. ഒരു 1:30-2 മണിയൊക്കെ ആവും കുട്ടു ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ. എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ ലുട്ടുവിന് ടിഫിൻ ബോക്സിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവൻ അത് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു, അയ്യോ എനിക്ക് ടിഫിൻ ബോക്സ് കഴിക്കാൻ കൊതിയാവുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പൊന്നെ തരില്ല കേട്ടോ. അപ്പോൾ അതോടുകൂടി സമാധാനമായി. അങ്ങനെ നമ്മൾ ലിയോയ്ക്കും കൊടുത്തു. ലിയോയ്ക്ക് ഞാൻ എന്നും മുട്ട പുഴുങ്ങിയിട്ടാണ് കൊടുക്കുക, അത് ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് കുട്ടു പോയി. പിന്നെ ഞങ്ങൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. നമ്മുടെ സൺഡേ വ്ളോഗായിരുന്നു എഡിറ്റ് ചെയ്യേണ്ടായിരുന്നത്. അതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു നേരമായി. അപ്പോഴേക്കും മേമ വന്നായിരുന്നു. ലുട്ടുവിന് മേമ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഞാൻ കിച്ചണിൽ പോയി നോക്കുമ്പോൾ കുറച്ച് നൂഡിൽസ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള നൂഡിൽസ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരിക്കൽ പറഞ്ഞു തോന്നുന്നു, എന്നാലും ഒന്നും കൂടി പറയണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.